സ്കൂളിൽ പഠിക്കുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പല പരിപാടികളിലൂടെയൊക്കെ യുറേക്ക ക്വിസിലൂടെയൊക്കെയാണ് ഞാൻ വളർന്നു വന്നത്. പൊതുജീവിതത്തിൽ ഇടപെടേണ്ടതായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ടായിരുന്നിട്ട് പോലും മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പരിധിവരെ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ആഹ്വാനങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുമേ അവിടെ നടന്നിട്ടുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിലൊക്കെ ഇതിൻ്റെ വലിയ വലിയ ആൾക്കാർ കയറി ഇരുന്നിട്ട് പോലും വിഡ്ഢിത്തരങ്ങളാണ് കേരള സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ ശരീരം കീറിമുറിച്ച് പഠിക്കുകയും മനുഷ്യ മനസ്സിനെ പഠിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് രണ്ട് ജാതികളേ ഉള്ളൂ, ഒന്ന് ആണ്, ഒന്ന് പെണ്ണ്. ഏതൊരു ശിശുവും ജനിക്കുന്നത് ആണ് അല്ലെങ്കിൽ പെണ്ണ് ആയിട്ടാണ്. ചില അന്തസ്രാവി ഗ്രന്ഥികളുടെ തകരാറ് മൂലം ഒരുപക്ഷെ ഉഭയലിംഗം എന്ന് പറയുന്നൊരു മൂന്നാമതൊരു ജാതിയിലേക്ക് പലരും പോകാം. അത് അവരുടെ കുഴപ്പമല്ല. പക്ഷേ പരിശുദ്ധ പോലെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില ആൾക്കാരുടെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2-3 അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജാതി പേരാണ്. ഇത്തരം ആൾക്കാരാണ് കേരള സമൂഹത്തിൽ ശാസ്ത്രചിന്ത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട്